ഒരു 10-40 ഗ്ലാസ്, അതായത് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം ഒരു ചെറിയൊരു കുഞ്ഞ് കുപ്പിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു 10-40 ഗ്ലാസ് ഡ്രിങ്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് ഒരൊറ്റ വട്ടത് ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്ക് നോമ്പ് 30 ദിവസവും, ഇനി നോമ്പിന് മാത്രമല്ല നോമ്പ് കഴിഞ്ഞിട്ടും ഇത് ബാക്കിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇനി നോമ്പിൻ്റെ ശേഷം ചൂടുകാലം കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളത്തിന് ആവശ്യമാണ്. മഴക്കാലം പോലെ തണുപ്പ് കാലം പോലെ ഒന്നല്ല, നോമ്പന്നെ നല്ല ചൂടിലാണ്. അപ്പോൾ അതിനേക്കാളും ചൂടിലാണ് ഇനിയുള്ള ടൈം. അപ്പോൾ ഈ ഒരു നോമ്പ് 30 ദിവസം നമുക്ക് എന്തായാലും ഡ്രിങ്കുകൾ ആവശ്യമാണ്. എത്ര കുടിച്ചാലും നമുക്ക് തികയൂല. അപ്പോൾ എന്നും ഓരോ സാധനം വാങ്ങിയിട്ട് നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ അപ്പോൾ എന്നും നമുക്ക് പൈസ ചിലവാക്കാനോ അതല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ ടൈമൊക്കെ ഇല്ലാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണ്, ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടൊരു ഗസ്റ്റ് വരികയാണ് നല്ല ചൂടുകാലത്ത് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ 2 രീതിയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബീട്രൂട്ടും ഈ 2 ക്യാരറ്റും വെച്ചിട്ട് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി ബോട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ, ഇനിയിപ്പോൾ നോമ്പിന് നമുക്ക് എന്നും ഇത് നമ്മൾ പത്തിരി കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ തിരക്കായിരിക്കും. അപ്പോൾ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തൊലി ചെത്തേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഒരു വെറൈറ്റി രുചിയിലൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്, അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്ര ഗ്ലാസ് ഡ്രിങ്ക് വേണോ അതൊക്കെ നമുക്ക് കൊടുക്കാനും, അവരാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കി, ഇത് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് അതിശയത്തോടു കൂടി ചോദിക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവൊന്നുമില്ല, വെറും 2 ചേരുവ ഇനി ഇതിലേക്ക് ചേർക്കണുള്ളൂ. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പിന്നെ പഞ്ചസാര, അതൊക്കെയാണ് കേട്ടോ വേണ്ടത്. പഞ്ചസാര, ഏലക്കായ, ഇത് 2 മാത്രമേ ചേർക്കണുള്ളൂ. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകുക. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ തൊലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീലറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പീൽ ചെയ്തെടുക്കുക. പക്ഷേ ഞാൻ ബീട്രൂട്ടിൻ്റെ തൊലി നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ഞാൻ ഒന്നിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ഒന്ന് ബെരണ്ടിയിട്ടേ ഉള്ളൂ. ചെറിയ ഇതൊക്കെ അവിടെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഏതായാലും അത് നന്നായിട്ടൊന്ന് കഴുകുക. കഴുകിയതിന് ശേഷം ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങൾ തന്നെ ആക്കുക. ഇനിയിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കണം എന്നൊന്നുമില്ല, അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങൾ തന്നെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ എന്താ ഗുണം, നമുക്ക് എപ്പോഴാണോ ദാഹിക്കണത്, നോമ്പ് നമുക്ക് ഏതായാലും പറ്റൂല ദാഹിക്കുമ്പോൾ കുടിക്കാൻ, പക്ഷെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഇത് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കണ ഡ്രിങ്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേരുണ്ടെങ്കിലും ദാഹം കെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീണവും മാറും. പിന്നെ നമ്മളെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഈ ഒരു ബീട്രൂട്ടും ക്യാരറ്റും. അപ്പോൾ ഇത് 2 ഒരിക്കലും നമ്മൾ നോമ്പിന് ഒഴിവാക്കാതെ തന്നെ പറ്റുന്നത്. പിന്നെ കാണാൻ നല്ലൊരു മഞ്ചായിരിക്കും കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ഡ്രിങ്കൊക്കെ തയ്യാറാക്കിയാൽ. കുട്ടികളൊക്കെ ഈ ഒരു പൊരിക്കടിയൊക്കെ ഇങ്ങനെ ഒരുപാട് കഴിക്കണതിനേക്കാളും നല്ലത് ഈ ഒരു ഡ്രിങ്കൊക്കെ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ബീട്രൂട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ചെറുതാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം വലുപ്പത്തോടു കൂടി തന്നെയാണ് കട്ട് ചെയ്യണത്. ഇതിന് ഈ ഒരു കട്ടിങ് തന്നെ ഉള്ളൂ ഇതിൽ കാര്യമായിട്ട് പണി, പിന്നെ പ്രത്യേകിച്ചൊരു പണിയെന്നൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ കട്ടിങ് ആയാലും വലിയൊരു പണിയൊന്നും അല്ലല്ലേ. ഏതായാലും ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ, ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 70% വേവ് മതി. ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും വേവ് ഒരു 70% വെന്താൽ മതി കേട്ടോ, 100% വേവണം എന്നൊന്നുമില്ല. ഏതായാലും ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട. ഒരൊറ്റ ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ ഒരു അളവിൽ ക്യാരറ്റും ബീട്രൂട്ടും എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നെ. ഇത് വെന്താലും ബാക്കിയായിരിക്കും കേട്ടോ വെള്ളം. ഏതായാലും ഒരു ഗ്ലാസ് നിന്നോട്ടെ, വെള്ളം കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു 1.5 ഗ്ലാസ് ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അടി പിടിക്കുന്ന പേരൊക്കെയുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസ്സിന് വെച്ചോളൂ. അപ്പോൾ പ്രഷർ വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഒരു 2 വിസിൽ അങ്ങോട്ട് അടിഞ്ഞോട്ടെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്താൽ തന്നെ ഇതിലൊരു പ്രഷർ കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഇങ്ങനെ കളക്കായിരിക്കും. പിന്നെ ഇത് ഇങ്ങനെ താനേ തിളക്കെ കുറഞ്ഞിട്ട് ആ ഒരു പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഇതാ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറണം. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ ഒരു കുറച്ച് കുഞ്ഞ് തളികയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കൊക്കെ ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചാൽ തന്നെ ഇതിന് ചൂടൊക്കെ പോവും. അതിനുശേഷം നന്നായിട്ട് ചൂടാറി തോന്നിയതിന് ശേഷം ഇതാ ഇതുപോലൊരു മിക്സഡ് ജാറിലേക്ക് അതിൻ്റെ ആ ഒരു വെള്ളമൊന്നും ഒഴിവാക്കണ്ട, ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവൊക്കെ ചേർക്കാണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ പൊടിച്ചിട്ട് ഏലക്കായ ആയതുകൊണ്ടാണ് ഒരു 3-4 ടേബിൾ സ്പൂണ് ഏലക്കായൻ്റെ പൊടി ചേർക്കണം കേട്ടോ. പിന്നെ നിങ്ങളെ കയ്യിൽ ഏലക്കായൻ്റെ പൊടി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ബീട്രൂട്ടും ക്യാരറ്റും ഈ കുക്കറിൽ തീ വച്ചില്ലേ, ആ ഒരു ടൈമിൽ ഒരു 5-6 എണ്ണം ഏലക്കായ എടുത്തിട്ട് ആ കുക്കറിലിട്ട് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കൂടെ ഒന്ന് വേവിക്കുക. എന്നാൽ പിന്നെ എന്താ പറയുക, നമ്മളിതിങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടല്ലോ ഏലക്കായ, അതും നന്നായിട്ട് വെന്ത ഏലക്കായ ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഏലക്കായ പൊടി ഇല്ലാത്തവരുണ്ടെങ്കിൽ ആ ഏലക്കായ നിങ്ങൾ കുക്കറിലിട്ട് വേവിക്കട്ടോ, ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കൂടെ. അപ്പോൾ ഞാനിത് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ക്യാരറ്റ് വേവിച്ച വെള്ളം തന്നെ വെച്ചിട്ടാണ് അടിച്ചെടുത്തത്. പക്ഷേ കുറച്ചൊരു തിക്കായതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തോളം സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തളിച്ച വെള്ളം തന്നെ ഒഴിക്കണം എന്നൊന്നുമില്ല, കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു തിക്കിൽ അരച്ചെടുക്കുക. അപ്പോഴാണ് ഇത് അരിക്കുമ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടായാലും അരിപ്പിൻ്റെ ഉള്ളിൽ കൂടി ചാടുള്ളൂ. അപ്പം കുറച്ചും കൂടെ ലൂസ് ആക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മളിതൊന്ന് കുറുക്കി എടുക്കണോണ്ട് തന്നെ നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തിക്കായിട്ട് അടിച്ചെടുത്താൽ പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയൊക്കെ തിക്കാണെങ്കിലും ഇതിലേക്ക് ഞാൻ ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കണത്. ഇതുപോലുള്ള സ്ക്വാഷൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു 2 ഗ്ലാസ് പഞ്ചസാരയൊക്കെ ചേർക്കാം. പക്ഷേ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ഷുഗർ പേഷ്യൻ്റൊക്കെ വരുന്ന ടൈമിൽ നമ്മളൊരു വെള്ളം തയ്യാറാക്കി കൊടുക്കുമ്പോൾ എന്താ അറിയോ, അധികം മധുരം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാര ചേർത്തത് കേട്ടോ. പക്ഷേ ഇതിലേക്ക് 2 ഗ്ലാസ് പഞ്ചസാര ചേർക്കണം ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ തീമൽ വെച്ച് കുറച്ചൊന്നിങ്ങനെ തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് കയ്യിൽക്കൊക്കെ ഇങ്ങനെ പൊട്ടി തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊട്ടി തെറിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഞങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ കൈമൊക്കെ ഇതാ തെറിച്ചതാണ്, നല്ല പൊള്ളിയിട്ടുണ്ടാവും ഇവിടെ, നല്ല തിളക്കണതാണ് തെറിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതൊന്ന് മൂടി വെച്ചപ്പോൾ കണ്ടില്ല, മൂടിമൊക്കെ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടി മൂടി വെച്ചിട്ട് ഇതാ നല്ലൊരു തിക്ക് ഇതുപോലെ നല്ല കട്ടിയാണ് വരെ ഒന്ന് ഇളക്കി വേവിച്ചപ്പോൾ ഇതിൽ ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലൊരു കുപ്പിയിലാക്കി വെക്കാം. പക്ഷെ കുപ്പിയിലാക്കി വെക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 തരത്തിൽ ഡ്രിങ്ക് ഉണ്ടാക്കണ കാണിച്ചു തരാം. അപ്പോൾ ഒരു സ്പെഷ്യൽ ചേരുവൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പൊക്കെ ക്യാരറ്റും ബീട്രൂട്ടും വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക, ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടോ. പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് സ്പെഷ്യലായിട്ട് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയത്. ഇപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഞാൻ 2 തരം കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞാൽ പാൽപ്പൊടി വെച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ പാൽപ്പൊടി വെച്ചിട്ട് ഞങ്ങൾക്കിത് കാണിച്ചു തരാനുള്ള കാരണം നമ്മളെ വീട്ടിൽ എപ്പോഴും പാലുണ്ടാവില്ല. പക്ഷെ 1-2 ആളുകളൊക്കെയാണ് വീട്ടിൽ കയറി വന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പാൽപ്പൊടി നമ്മളെ വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും കേടാകാത്ത സാധനം ആയതുകൊണ്ട് തന്നെ പാൽപ്പൊടി നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഒരു 10 രൂപൻ്റെ പാൽപ്പൊടിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവട്ടെ. 2 ഗ്ലാസ് ഡ്രിങ്കൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിനാളുണ്ടാവും. അപ്പോൾ ഏതായാലും ആ ഒരു പാൽപ്പൊടി ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ പാൽപ്പൊടി നമ്മൾ ഐസ് ക്യൂബ്സോ ഐസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കട്ടെത്തും. അപ്പോൾ അതൊന്ന് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്ത് അതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മിക്സഡ് ജാറിലേക്ക് ഞാൻ കുറച്ച്
പുതിനയില അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് നമ്മൾ ഈ ഒരു സ്ക്വാഷും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതാ, അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ സ്ക്വാഷിൽ ഒരു 2 കപ്പ് പഞ്ചസാര ഇടേണ്ടടുത്ത് 1 കപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മധുരം ഇഷ്ടമുള്ള ആളുകളാണ്, മധുരം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്കിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാരക്ക് ആവശ്യമുണ്ടാവും. നിങ്ങൾ 2 കപ്പ് തന്നെ ഇട്ടിട്ട് സ്ക്വാഷ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പോലും പഞ്ചസാര പിന്നെ ഈ ഒരു ഡ്രിങ്കിൽ ഇടേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഞ്ചസാര കുറച്ചതിൻ്റെ കാരണം നമ്മുടെ വീട്ടിലൊരു പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണ്, ഷുഗർ പേഷ്യൻ്റൊക്കെയാണ്, ചിലർക്ക് മധുരം വലിയ ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഷുഗർ അല്ലെങ്കിലും. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ ഇനിയിപ്പോൾ മധുരം വേണ്ട ആളുകൾക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തയ്യാറാക്കുക, മധുരം വേണ്ടാത്ത ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കിയാലും ഒരു നേരിയൊരു മധുരം ഉണ്ടാവുള്ളൂ. അവർക്ക് ഇഷ്ടത്തിന് കുടിക്കുകയും ചെയ്യും, എന്നാലും ആ ഒരു ഷുഗർ അടിച്ച് കയറുന്ന പ്രശ്നമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെയാണ് ഞാൻ നമ്മളെ സ്ക്വാഷിൽ പഞ്ചസാര അളവ് കുറച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കേണ്ടല്ലോ അങ്ങനെ തയ്യാറാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോമ്പിനും റമദാനിലൊക്കെ ഇപ്പോൾ നമ്മൾ റമദാനിക്കും വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ ഷുഗർ ഉള്ളവരും ഉണ്ടാവും, ഷുഗർ ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ സ്ക്വാഷ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഷുഗർ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കണം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് അടിച്ചെടുക്കുന്ന സമയത്ത് 1 ലേശം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയല്ലോ. പഞ്ചസാര നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങോട്ട് എടുക്കാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഒന്നാമത്തെ ഞാൻ രണ്ടാമത്തെ കാണിച്ചു തരാം. അതാ ഒന്നാമത്തേതാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് തോനെ വേണമെങ്കിൽ കുറച്ച് തോനെ പാൽപ്പൊടി ചേർത്തോളി. ഇനി രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതാ പാല്, ഇതാ പാക്കറ്റ് പാൽ എടുക്കുക, നല്ല കട്ട പാലെടുക്കുക. അപ്പോൾ ഞാൻ ഈ പാല് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് സമയമായിക്കണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയതാണ്. മാറ്റിയപ്പോൾ കുറച്ച് നേരം വൈകി, കാരണം നോമ്പല്ലേ, നമുക്ക് ഓരോ തിരക്കും കാര്യമൊക്കെ ആയി. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കട്ടൊക്കെ കുറേ ഉടഞ്ഞു പോയി കേട്ടോ. ചെറിയൊരു കട്ടൊക്കെ ഉണ്ട് ഇതാ ചാടുന്ന് ഇതാ. അപ്പോൾ നല്ല കട്ട പാൽ തന്നെ എടുക്കുക. കട്ട പാലെടുത്തിട്ട് ഇതിനിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി തണുപ്പിച്ച് കട്ടാക്കും. എന്നിട്ട് ആ കട്ട പാലെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതിലേക്ക് ഒരു പിടി പുതിനയില ഇടുക. പുതിനയില മസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ നിങ്ങൾ ഡ്രിങ്ക് തയ്യാറാക്കണം, പുതിനയില ഇടണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് രുചി. ആ ഒരു പുതിനയില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് സ്ക്വാഷും ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് നിങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിലും നിങ്ങൾ നോമ്പറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു ഡ്രിങ്ക് ഇനി ഇല്ല നിങ്ങളെ ജീവിതത്തിൽ. അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒരു സമയത്ത് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.